ഇന്ന് ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുതിന ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില കൂടുതൽ എടുക്കുക, പുതിന കുറച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ പുതിനയ്ക്കൊരു ഭയങ്കര സ്മെല്ലുണ്ടല്ലോ, അത് ഇല്ലാതിരിക്കാൻ കുറച്ചെടുക്കുക. പുതിന കുറച്ചെടുക്കുക, മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇട്ടാൽ മതി. ഇത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ ഒരു 5-6 വെളുത്തുള്ളി, ഒരു ലേശം ജീരകം, ഒരു ചെറിയ ടീസ്പൂണിന് ഒരു 1/4 ടീസ്പൂണ്, 2 പച്ചമുളക് കേട്ടോ. നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം കേട്ടോ. ഞാൻ നാരങ്ങ നീര് ചേർക്കണില്ല. ഇവിടുത്തെ തൈരിന് ഇത്തിരി നല്ല പുളിയുണ്ട്, അപ്പൊ നാരങ്ങ നീര് ചേർക്കണില്ല. അപ്പൊ വല്ലാണ്ട് പുളിയാവും ഇതില്. അപ്പൊ നമ്മൾ നാരങ്ങ നീര് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം. അപ്പൊ നമുക്ക് ഈ പുതിനയുടെ ഇലയും മല്ലിയിലക്കൊക്കെ നല്ല കളറ് കിട്ടും. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മളിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു ലേശം തൈര് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ തൈര് ഇതാണ്, നമുക്ക് ഒന്ന് കലക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും തൈര് ഒഴിച്ചിട്ട് അടിച്ചെടുത്തു. ഇതാണ് ഇപ്പോൾ നമ്മുടെ, ഞാൻ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പുതിന ചട്നി. ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുതിന ചട്നി ഇതാണ്. അപ്പം നമ്മൾ ബ്രെഡ്, ഈ ബ്രെഡാണ് കേട്ടോ ഇത്. ഈ സാധനങ്ങളൊക്കെ ചേർത്ത് തരും ബ്രെഡാണ് ഇത്. അപ്പം നമ്മളൊരു 2-3 കഷ്ണം ബ്രെഡ് ചട്നി കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് 2-3 പീസ് നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് ബ്രെഡ്. നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ പുതിന ചട്നി ഇതാണ്. ഞാനൊരു കുറച്ചളവിന് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ പുതിന ചട്നിയിൽ ബ്രെഡ് മുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിന ചട്നി എല്ലാവർക്കും അറിയാവുന്നത്, എളുപ്പ പണിയുമാണ്. അപ്പോൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടോ. എന്തിൻ്റെ കൂടെയും കഴിക്കുക. നമുക്കൊന്ന് ഇതിൽ മുക്കിയിട്ട് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.